കൂട്ടുകാരെ എല്ലാവർക്കും ഡോറ ജെ ക്യൂട്ട് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. എന്താണെന്ന് വെച്ചാൽ കഞ്ഞി ഉണ്ടാക്കി. പിന്നെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാളയും തക്കാളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി വേണം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി സ്പൈസി ആയിട്ടുള്ള. പിന്നെ ഡോറയ്ക്ക് വേണ്ടിയിട്ട്, ഡോറയ്ക്കും പപ്പായ്ക്കും ഗബ്രൂട്ടനും വേണ്ടി ഇവിടെ ഞങ്ങൾ വേറെ ആരും ഇത് കുടിക്കില്ല കേട്ടോ, ചായ കുടിക്കത്തില്ല. അപ്പോൾ അവർക്ക് 3 പേർക്കും ചായ വേണം, പപ്പായ്ക്കും ഡോറയ്ക്കും ഗബ്രൂട്ടനും. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ചായ വയ്ക്കാനായിട്ട് വെള്ളം വെച്ചു. ഇന്ന് രാവിലെ ഓരോ പരിപാടിയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇനി ഞാൻ വിചാരിച്ചു കുറച്ച് വെണ്ടയ്ക്കുണ്ട്, പിന്നെ സാമ്പാറിന് പറ്റിയ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് വെണ്ടയ്ക്കയും വെച്ച് ഒരു ചെറിയൊരു അവിയലും കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ചെങ്കലവ ഇരിപ്പുണ്ട്, അഴുതക്കോര ഇരിപ്പുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചെറുതായിട്ട് ഫ്രൈ ചെയ്യാം. കറി വെക്കണ്ടെന്ന് വിചാരിച്ചു, ഫ്രൈ ചെയ്യാം. അവിയലും തോരനും. പിന്നെ അവിയൽ വേണോ ഇനി സാമ്പാർ വേണോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. എൻ്റെ യുക്തിക്ക് അനുസരിച്ച് അന്നേരം അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ പരിപാടിയിലൊക്കെയാണ്. നിങ്ങൾക്കൊക്കെ രാവിലെ പരിപാടിയൊക്കെ കഴിഞ്ഞോന്ന് പറയണേ. അപ്പോൾ ഇനി മുതൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോസ് വരുന്നത്. നല്ല നല്ല വീഡിയോസ് വേറെ ഇടാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡോറയ്ക്കൊന്നും വയ്യല്ല, അപ്പോൾ അതൊക്കെ കൊണ്ട് ഇങ്ങനെയായിരിക്കും ഇനി കുറച്ച് ദിവസം മുന്നോട്ട് പോകുന്നത്. നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ. ഹായ് കൂട്ടുകാരെ, അങ്ങനെ നമ്മളാണെങ്കിൽ സാമ്പാർ വയ്ക്കാൻ തീരുമാനിച്ചു. സാമ്പാറും വെണ്ടയ്ക്കല്ല, അമരപ്പയർ ഞാൻ ഇന്ന് തോരൻ വയ്ക്കാൻ വിചാരിച്ചതുണ്ട്. സാമ്പാറിനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് ഇത് മൊത്തം എടുക്കത്തില്ല കേട്ടോ, കുറച്ച് മാത്രമേ എടുക്കത്തുള്ളൂ. ബാക്കി വൃത്തിയാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെക്കാൻ വിചാരിച്ച്. അപ്പുറത്ത് അപ്പയുടെയൊക്കെ ഫ്രിഡ്ജ് ഉണ്ടല്ലോ, അവിടെ കൊണ്ട് വയ്ക്കാൻ വിചാരിച്ചു. അമരപ്പയറും ഉണ്ട്. അപ്പം കുറച്ച് സാമ്പാറിനും എടുത്ത് ബാക്കി അമരപ്പയർ എടുത്ത് തോരനും വെച്ച്. പിന്നെ മീനാണെങ്കിൽ ഞാൻ വെള്ളത്തിലോട്ടിട്ട് അഴുതക്കോര എടുത്ത്, അഴുതക്കോര വറുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, കറി വയ്ക്കുന്നതിനേക്കാൾ നല്ലത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അഴുതക്കോര എടുത്ത് നമുക്ക് കുറച്ച് വറുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി പച്ചക്കറിയൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഞാൻ മൊത്തം എടുക്കുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ സവാള എല്ലാം കിട്ടിയത് ഞാൻ കാണിച്ചിരായ സവാള അത് കണ്ടില്ലേ, വെറും ചെറിയ സവാളകളാണ് കിട്ടിയേക്കുന്നത്, വെറും കുഞ്ഞു സവാളകൾ. എന്തോ ചെയ്യാൻ. അയ്യോ, ഇത് കട്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ തൊലി ഇങ്ങോട്ട് ഇടാം. ഞാൻ ടേബിളിൻ്റെ മേളിൽ കൊണ്ടുവച്ചു കേട്ടോ, അടുക്കളയിൽ നമുക്കിങ്ങനെ ഇരുന്ന് കട്ട് ചെയ്യാനുള്ള സ്പേസ് ഇല്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ നമുക്ക് ഇവിടെ വന്നിരുന്ന് ഹാളിൽ ടേബിളിൽ വന്നിരുന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊക്കെ ഇന്ന് കറി എന്താണെന്ന് പറയണേ കേട്ടോ. അതുപോലെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലായിട്ട് പല കുക്കിംഗ് വീഡിയോയും ചെയ്യുന്നത്. അപ്പം ഒരിക്കലും ചിലപ്പം നിങ്ങൾ ചെയ്യുന്നതൊക്കെ പെർഫെക്റ്റ് ഒന്നും ആവത്തില്ല കേട്ടോ, അതെനിക്ക് നല്ലോണം അറിയാം. ഞാൻ പഠിച്ച രീതിയിൽ എനിക്കൊരു വാക്കിൽ ഞാൻ ചെയ്യുന്നത്, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനങ്ങ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഡോറ ഓക്കെ ആയിട്ടില്ല, ഡോറ ഓക്കെ ആയി വരും. അതുങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പനി വന്നാൽ ഇങ്ങനെയാണെന്ന്, ഒരു വട്ടം പനി വന്നിട്ടാണ് 7 മാസം തളർന്നു കിടന്നത്. അന്ന് പിന്നെ ആണെങ്കിൽ ആരും ഇല്ലായിരുന്നു, കുഞ്ഞും ചെറുത്, ഗബ്രൂട്ടനും ചെറുത്, നമുക്ക് ഒരാളും ഇല്ല ഹെൽപ്പ് ചെയ്യാൻ. പക്ഷേ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം പിന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട്, അതുകൊണ്ടൊരു ആശ്വാസമുണ്ട്. എങ്കിലും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എനിക്ക് ഈ ഗുളിക കഴിക്കുന്ന കാരണം പറ്റുന്നില്ല, അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്നലെ തന്നെ ഒന്ന് ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങണമെന്ന് വിചാരിച്ചവർക്ക് ഒന്നും നടന്നില്ല. എന്തോ ചെയ്യാനാ, എനിക്ക് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, അതിൻ്റെ സാധനം എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ആണെങ്കിൽ അവിയലിനുള്ളത് വെച്ചു, അവിയലിനുള്ളത് വേവട്ടെന്ന് വിചാരിച്ചു. മീൻ വറുക്കാൻ വേണ്ടിയിട്ടുള്ളത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് മീൻ. പിന്നെ നമ്മുടെ സാമ്പാറിനുള്ളത് അരിഞ്ഞ് വെള്ളത്തിയിട്ട് ഇതായതിനു ശേഷം നമുക്ക് ഇത് അതിലേക്കിട്ട് വേവിച്ചെടുക്കണം. ചോറ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളാണെങ്കിൽ ഇനി ഞാൻ പറഞ്ഞില്ലേ അമരപ്പയർ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അമരപ്പയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രിൻസ് ആണെങ്കിൽ തേങ്ങ റെഡിയാക്കി തന്നു. നമ്മുടെ അവിയലിന് വേണ്ടിയിട്ടുള്ള തേങ്ങ, കുറച്ച് കറിവേപ്പ് എടുത്തിട്ടുണ്ട്. കറിവേപ്പ് വേറെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കാണെങ്കിൽ ഇനി ബാക്കി പരിപാടികളിലേക്ക് ഇറങ്ങാം. ഇനി അവിയലൊന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ ഒരു 2 വിസിലായി, ഒരു വിസിലും കൂടെ അടിച്ചിട്ട് നമുക്ക് സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ വലിയ കാര്യത്തിൽ തേങ്ങ അരയ്ക്കാൻ വേണ്ടി ജാറിൽ എടുത്തിട്ട് നോക്കിയപ്പോഴത്തേക്ക് കറണ്ട് പോയി. അപ്പോൾ വിചാരിച്ചത് നമ്മുടെ അമ്മ വാങ്ങിച്ച കല്ലായത് കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെച്ച് ഇതിൽ വെച്ച് അരച്ചെടുക്കാണ്. വലിയ കല്ലിൽ എനിക്ക് അരയ്ക്കാറിയാം, എനിക്കറിയത്തില്ല. കറണ്ട് വരുമായിരുന്നെങ്കിൽ അതിലങ്ങ് ചെയ്യാം. കല്ലിൽ അങ്ങനെ അരച്ച് ശീലമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഇത് വലിയ ജാറിലെല്ലാം എടുത്തിട്ട് സെറ്റ് ചെയ്തായിരുന്നു. നോക്കാം.
ഓ ഭാഗ്യം കറണ്ട് വന്ന്. അയ്യോ കറണ്ട് വന്നേ സന്തോഷമായി. ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ കേട്ടോ, ഒന്ന് കാറ്റടിച്ചാലും ഒന്ന് മഴ അടിച്ചാലും അന്നേരെ കറണ്ട് പോകും. ഞാൻ വിചാരിച്ചില്ല ചെയ്യേണ്ടി വരുമെന്ന്. ഭാഗ്യം കറണ്ട് വന്നു. കൂട്ടുകാരെ നമ്മുടെ വേണ്ട അമരപ്പയർ തോരൻ റെഡിയായി കേട്ടോ. അത് റെഡി ആയിട്ടുണ്ട്. അമരപ്പഴം തോരനായി. പിന്നെ അതുപോലെ നമ്മുടെ അവിയലും ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാമ്പാറുമായി. സാമ്പാർ ഞാൻ ഒരു സാധനം ഇടാൻ മറന്നുപോയി കേട്ടോ, പരിപ്പിടാൻ മറന്നുപോയി. മീൻ നമ്മളെടുത്തില്ല, മീൻ വറുത്തില്ല. കാരണം വെച്ചാൽ ഇത്രയും ചെറുപ്പം തന്നെ നല്ല അത്യാവശ്യം സമയമായി. പ്രിൻസിനെ സ്കൂളിൽ വിടണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കണ്ടില്ലേ 1:30 കഴിഞ്ഞു. പ്രിൻസിന് ഇന്ന് പരീക്ഷയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോനെ സ്കൂളിൽ വേണം. പ്രിൻസിനെ വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ മീൻ ചെയ്യാൻ പറ്റിയില്ല. ഇനി ഇത്രയും മതിയെന്ന് വിചാരിച്ചു തൽക്കാലം. ഇനി എന്നിട്ട് എനിക്ക് ഇവിടെ നല്ല പണി കിടപ്പുണ്ട്. കണ്ടില്ലേ, പാത്രം കഴുകണം. ഇതിപ്പോൾ ഞാനെല്ലാം അത് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നിരുന്നത്, തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് കറണ്ട് വന്നു. അതുകൊണ്ട് പിന്നെ അത് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ അതെല്ലാം എടുത്ത് കഴുകി മാറ്റണം. ഇനി ഇവിടെ കുറച്ച് ഒതുക്കണം. പിന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ വീണിട്ട് ഇവിടെ കുറച്ച് ചെളിയായിട്ടുണ്ട്. ഇവിടെ എല്ലാം ഒതുക്കി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിഞ്ഞു. ഇന്ന് നമുക്ക് വൈകിട്ട് പുറത്തോട്ട് പോകാനുണ്ട്. നാസിയുടെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിന് മുമ്പേ എനിക്കിതെല്ലാം ഒതുക്കിയിട്ട് വേണം ഇനി പുറത്തോട്ട് പോകാനായിട്ട്. പണ്ട് ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയത്തും ഞാൻ ഇങ്ങനെ ആയിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ജോലിയെല്ലാം ഒതുക്കിയിട്ട് 1:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങി 2:30ക്ക് എനിക്ക് ഓഫീസിൽ ചെല്ലണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഓട്ടമായിരുന്നു. ഒന്നിനും സമയം കിട്ടുന്നില്ല, ഉറക്കമൊന്നും ഇല്ലാതിരുന്നത്. അങ്ങനെയാണ് നമ്മൾ ജോലി റിസൈൻ ചെയ്തത്. അപ്പം വീണ്ടും അതൊക്കെ തന്നെയാണ് അവസ്ഥ. എങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആയില്ലേ. നമ്മൾ ചോറ് നമ്മുടെ ഡോറയ്ക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോവാം. ഡോറ ഇപ്പോൾ എഴുന്നേൽപ്പിച്ചു. എൻ്റെ കയ്യിൽ ഗബ്രൂട്ട ഇരിപ്പുണ്ട്. ഡോറയ്ക്ക് തനിയെ എഴുന്നേക്കാൻ പറ്റത്തില്ല കേട്ടോ, പഴയ രീതിയിൽ പെയിനൊക്കെ ഉള്ളതുകൊണ്ട്. വേണ്ട എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ചോറ് വയ്ക്കുക. ഗബ്രൂട്ടനും ഡോറയ്ക്കും വേണ്ടിയുള്ള ചോറ് കേട്ടോ, കയറ്റിട്ട് കൊടുക്കാം. എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. മീൻ വറുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഞാനിന്ന് അവിയൽ വെച്ചു. അമരപ്പയർ ഞങ്ങൾക്ക് നേരത്തെ ഓണസദ്യയാണോ? അവിയലും സാമ്പാറൊക്കെ കാണുന്നുണ്ടല്ലോ. സാമ്പാറിന് ഇച്ചിരി പുളി കൂടി. ഗബ്രൂട്ടനെ വേണം. ഗബ്രൂട്ടനാണത്. അല്ല, അമ്മയ്ക്ക് മാത്രം അല്ല. അയ്യോ, ഗബ്രൂസിനെ നിർത്തി. അയ്യോ കേടാ, അമ്മ വാരിത്തരും മോനെ, അമ്മ വാരിത്തരും. സാമ്പാറിൽ പുളി ഇട്ടത് ഇച്ചിരി കൂടിപ്പോയി. സാമ്പാറിന് പുളി ഇടുമല്ലോ. ഞാൻ ഇച്ചിരി പുളിയും കൂടി ഇട്ട്. പുളി പക്ഷെ ഇച്ചിരി കൂടിപ്പോയി. ചോറിന് മഞ്ഞാറോ? ആ, ചോറിന് മഞ്ഞാറോയില്ലല്ലോ. ഏത് കറി? അത് കുക്കറിനകത്ത് നിന്ന് പിടിക്കുവോ? കുക്കർ കഴുകിയിട്ടായിരുന്നല്ലോ എടുത്ത്. നോക്കിയ ടേസ്റ്റ് നോക്കിയ അവിയലിൻ്റെ ആണോ? എന്നാൽ നമുക്ക് കൈ കഴുകാൻ വെള്ളം കൊടുക്കാവേ. കൈ കഴുകാൻ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാം. എങ്ങനെയാ ഡോറ ഗബ്രൂട്ടൻ കാണിച്ചത്? സൂപ്പറാന്ന്. എങ്ങനെയാ ഗബ്രൂസ് കാണിച്ചത്? കൈ അഭിപ്രായം വേണം. കൈ ഇനി ഓരോന്നിനും ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. അവിയൽ കൊള്ളാവോ ഗബ്രോ? ഗബ്രൂസ് പറക്കി കഴിക്കുക. ചോറിൽ നിന്ന് അവിയൽ വരും. വേറൊരു ടേസ്റ്റാ. ജീരകം അരച്ചില്ല, ജീരകം ചേർക്കുക ചെയ്ത പൊടിച്ചിട്ട്. വേറെന്തോ ഒരു ടേസ്റ്റാ, എനിക്കത് ഫീൽ ചെയ്ത്. ഇനി ഡോറയ്ക്ക് ഇഷ്ടമില്ലാത്ത സാധനം അമരപ്പയർ. പക്ഷെ ഇവള് കഴിക്കേണ്ട സാധന നാരംശം കൂടുതലുള്ളയാ. സാമ്പാർ പുളിപ്പുണ്ട്, അത് നോക്കണ്ട, അതെനിക്കറിയാം. ആ പുളിയുടെ പുളി അറിയുന്നു. നല്ല പുളിപ്പായി. തക്കാളിയും കൂടെ ചേർത്തോണ്ടായിരിക്കും, അറിയത്തില്ല. എന്നാൽ ഇച്ചിരി പുളി ഇച്ചിരി ഇട്ടോളൂ. ഞാൻ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തിട്ടില്ല ചെയ്തത്. ഇച്ചിരി ഇട്ടോളൂ. ഗബ്രൂസിന് ഇഷ്ടപ്പെട്ടാ? ചോറ് കഴിക്കോ ഗബ്രൂസ്? കഴിക്കോ? ചോറ് വാഴ്ത്തരുവോ? ഡ്രസ്സിലൊക്കെ ആവും.
അപ്പോൾ കൂട്ടുകാരെ ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ചൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കുക്കിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാവരും ഡോർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വീണ്ടും വേഗം ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മളങ്ങനെ ഒന്ന് പൊങ്ങി വരുമ്പോൾ ഒരു വീഴ്ച വരും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ ഉണ്ടാവണേ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഗബ്രു ബൈ കൊടുത്തേ. ബൈ. ചോറിട്ട് പറയാം.